1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള MCF കൊണ്ടുവന്ന മാലിന്യവാഹനം തടഞ്ഞ് എടവണ്ണ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി പ്രതിഷേധിച്ചു. MCF മാലിന്യം കുമിഞ്ഞുകൂടുന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് ലീഗ് MCF ഗേറ്റ് അടച്ച് പ്രതിഷേധിച്ചത്. 10 പിരിയം 15-ാം വാർഡിലെ അനകീർത്തിയിലാണ് പഞ്ചായത്തിലെ MCF സ്ഥാപിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിന് കീഴിലെ ഹരിതകർമ്മസേന വളണ്ടിയർമാർ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തരംതിരിച്ച് സിമന്റ് കമ്പനികളുടെ ഏജൻസികൾക്ക് കയറ്റി അയക്കുന്നത് ഇവിടെ നിന്നാണ്. എന്നാൽ മാസങ്ങളോളമായി മാലിന്യങ്ങൾ കയറ്റി പോകാത്തതിനാൽ മാലിന്യങ്ങൾ മലകളെ പോലെ കുമിഞ്ഞുകൂടുന്ന അവസ്ഥയാണ്. MCF നിന്ന് മാലിന്യങ്ങൾ കയറ്റി പോകാത്തതിനാൽ ശേഖരണങ്ങളിലും പഞ്ചായത്ത് നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു മഴ പെയ്താൽ മാലിന്യങ്ങൾ ഒഴുകി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന തൊട്ടടുത്ത കോളനിയിലേക്കാണ് വന്നു ചേരുന്നത്. ശക്തമായൊരു കാറ്റ് വീശിയാൽ മാലിന്യങ്ങൾ റോഡിലേക്ക് പറന്നു പരക്കാവുന്ന രൂപത്തിലാണ് കുമിഞ്ഞു കൂടിയിട്ടുള്ളത്. തൊട്ടടുത്തുള്ള കുളത്തിലും മാലിന്യങ്ങൾ നിറഞ്ഞു വീണിട്ടുണ്ട്. അടുത്തിടെ പെയ്ത മഴയിൽ ഇതേ അവസ്ഥ ഉണ്ടായതിനാൽ ഇതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും പ്രദേശത്തെ ക്ലബ് അംഗങ്ങളും നേരത്തെ രംഗത്തിറങ്ങിയിരുന്നു. എന്നാൽ പരിഹാരം കാണാതെ വന്നപ്പോഴാണ് എടവണ്ണ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങിയത്. വാർഡുകളിൽ നിന്നും മാലിന്യങ്ങൾ കയറ്റി വന്ന വാഹനം തടഞ്ഞു നിർത്തിയാണ് യൂത്ത് ലീഗ് പ്രതിഷേധിച്ചത്. MCF നിലവിലുള്ള മാലിന്യം കയറ്റി പോകാതെ ഇനി ഒരു മാലിന്യവും ഉള്ളിലേക്ക് കയറ്റാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാണ് യൂത്ത് ലീഗ് ഗേറ്റ് അടച്ച് പ്രതിഷേധിച്ചത്. ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടിറങ്ങുമെന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംഭരിക്കുന്ന ഒരു കേന്ദ്രമാണ്. ഇവിടെ അനവധിയായ കുമിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങളാണ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തിയ സാഹചര്യത്തിൽ ഇവിടുത്തെ ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് എടവണ്ണ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികളായ ഞങ്ങൾ ഈ പ്രദേശം സന്ദർശിക്കാൻ കാരണമായത്. ഇവിടെ ഒന്ന് നോക്കുമ്പോൾ ഇവിടെ വലിയ കൂമ്പാരങ്ങളായിട്ട് മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇവിടുത്തെ ക്ലബിന്റെ പ്രതിഷേധം ഉണ്ടായതിനു ശേഷം 1-2 ലോറികളിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളേറെ ഇന്നൊക്കെ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ അതിനേക്കാളേറെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ ഒരു വാഹനത്തിൽ ഇവിടുന്ന് മാലിന്യം പോകുന്നുണ്ട്. ആ വാഹനം ഇവിടുന്ന് പോയിക്കോട്ടെ, പക്ഷെ ആ വാഹനം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അതിനേക്കാൾ 3 ഇരട്ടി മാലിന്യങ്ങൾ ഇപ്പൊ ഇന്ന് വാർഡുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ മാലിന്യങ്ങൾ, ഇവിടെ നിലവിലുള്ള മാലിന്യങ്ങൾ ഇവിടുന്ന് നീക്കം ചെയ്യാതെ വാർഡുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പരിപാടി നിർത്തിവെക്കണം. കാരണം ഇപ്പൊ ഞങ്ങളുടെ തൊട്ട് പിറകിലുള്ള വാഹനം ഇവിടെ ഞങ്ങൾ തടഞ്ഞിട്ട് എടുക്കുകയാണ്. കാരണം ഈ വാഹനത്തിൽ എടവണ്ണ ടൗണിലെ ഹോട്ടലുകളിൽ നിന്നും കൂൾബാറുകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള നിരവധിയായ വേസ്റ്റുകളാണ്. ഇപ്പൊ തന്നെ ഈ ചാർത്തുകൊണ്ടാണ് ഈ മാലിന്യം ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ മാലിന്യം ഈ കൂടെ കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ ഇത് എന്ന് പോകും എന്നുള്ള കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതർക്ക് ഒരു ഉറപ്പ് നൽകാൻ സാധിച്ചിട്ടില്ല. അപ്പം ആ ഒരു ഉറപ്പ് കിട്ടാതെ ഈ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യും, ഇവിടുന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ ഇവിടേക്ക് ഇനി മാലിന്യങ്ങൾ കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ നിലപാട്. അപ്പൊ അതിൽ ഒരു വ്യക്തമായ മറുപടി പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്ത് നിന്നും ഞങ്ങൾക്ക് വേണം. ശുചിത്വ മിഷന്റെ പേരിൽ പദ്ധതികളും പരിപാടികളും ഉണ്ടാക്കി, സ്റ്റേജ് പരിപാടികൾ ഉണ്ടാക്കി കൊട്ടിഘോഷിക്കുകയല്ല വേണ്ടത്. ഇത്തരത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയാണ് എടവണ്ണ പഞ്ചായത്ത് വേണ്ടത്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ജലസംഭരണി ഉണ്ട്. ആ ജലസംഭരണിയിലേക്ക് വീഴാണ്. ഇവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ ആ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ജലസംഭരണിക്ക് വീണ്ട ആ ജലസംഭരണി മുഴുവൻ അഴുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പകർച്ചവ്യാധിക്കും മറ്റൊക്കെ സാഹചര്യം ഉണ്ടാവുന്ന ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ പ്രദേശത്തെ ആളുകൾ, നിരവധിയായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ ഇത് പരിഹാരം കണ്ടിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ഇവിടുന്ന് പോകുന്ന ലോറി ഇന്ന് പോകുന്നതിനപ്പുറം ഇനിയും ഇവിടുന്ന് ലോഡുകൾ പോവേണ്ടതുണ്ട്. ഇവിടുന്ന് മുഴുവൻ ലോഡുകളും ഇവിടുന്ന് പോവുകയും ഒരു പരിധിവരെ ഇവിടെ അടുത്തത് സംഭരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായതിനു ശേഷം മാത്രം വാർഡുകളിൽ നിന്നൊക്കെ വന്നാൽ മതി. വാർഡുകളിലുള്ള മിനി MCFകൾ നിറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്കറിയാം. വീടുകളിലുണ്ട്. ഇപ്പൊ ഈ വീടുകളിലുള്ള മാലിന്യം ആ വീട്ടുകാർ തൽക്കാലം അവിടെ വെച്ചിട്ട് ഇവിടെ നിന്നുള്ള മാലിന്യം പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഈ പരിസര പ്രദേശത്തുള്ള ആളുകൾക്കും മാന്യമായിട്ട് മര്യാദയ്ക്ക് ജീവിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ ആ കാര്യം ഇവിടെ നിന്നും ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ ഇനി ഇങ്ങോട്ട് മാലിന്യങ്ങൾ കൊണ്ടുവരേണ്ടതില്ല എന്നാണ് എടവണ്ണ പഞ്ചായത്ത് മുസ്ലിം യൂത്തിൽ നിലപാട്. അതല്ല ഇത് പോലീസിനെ കൊണ്ട് തടുപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പോലീസിനെ ഇടപെടുത്തിക്കൊണ്ടോ കായികപരമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഞങ്ങൾ ഈ സമീപത്തുള്ള ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ സമരത്തിനും എടവണ്ണ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നേതൃത്വം കൊടുക്കും എന്നുള്ളത് കൂടി ഞങ്ങൾ അധികൃതരെ അറിയിക്കുക. ഈസ്റ്റ് ലൈവ് എടവണ്ണ.